ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സന്ദർഭത്തിൽ കൂടിയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്യുന്നത്. BJPക്ക് അനുകൂലമായും പ്രതികൂലമായിട്ടുമുള്ള ധാരാളം വാദങ്ങളും ചർച്ചകളും അഭിപ്രായങ്ങളും ഒക്കെ കഴിഞ്ഞ കുറേ ദിവസമായി എല്ലാ മാധ്യമങ്ങളിലൂടെയും നാം കാണുകയാണ്. തൃക്കാക്കരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിലാണ് BJPയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അനുകൂലമായും പ്രതികൂലവുമായിട്ടുള്ള ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നിങ്ങളിൽ പല ആളുകളും ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് സജീവമായി ഉണ്ടായിട്ടുള്ള ആളുകളാണ്. പൊതുവെ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകന്മാർക്കും ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനത്തിന് ആനുപാതികമായ ഒരു റിസൾട്ട് ഉണ്ടായില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ വസ്തുതയുടെ പശ്ചാത്തലത്തിലാണ് BJPയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചർച്ചകൾക്ക് കേരളത്തിൽ കഴിഞ്ഞ 2-3 ദിവസമായി നമ്മൾ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും എല്ലാവരും നേരിടുന്നത്. ശരിയാണ്, നാം ആഗ്രഹിച്ച ഒരു വിജയം, ആഗ്രഹിച്ച ഒരു പെർഫോമൻസ് നമുക്ക് തൃക്കാക്കരയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പക്ഷെ അത് നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച കൊണ്ടുണ്ടായിട്ടുള്ളതല്ല. കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായി 2 മുന്നണികളിൽ കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സവിശേഷമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിനിടയ്ക്ക് മൂന്നാമതൊരു പാർട്ടി, മൂന്നാമതൊരു മുന്നണി, അത് മേൽവിലാസം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. എന്നിട്ടും കഴിഞ്ഞ ദീർഘകാലമായി കേരളത്തിൽ നാം നിർണായകമായ ഒരു സ്വാധീന ശക്തിയായി മാറുന്നു എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. പക്ഷെ തൃക്കാക്കരയിൽ ഉണ്ടായത് ഒരു പാർട്ടിയെയും ഒരു മുന്നണിയെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ വ്യഗ്രതയാണ്. അതെല്ലാ തെരഞ്ഞെടുപ്പുകളും പ്രതിഫലിക്കില്ല. ചില തെരഞ്ഞെടുപ്പുകൾ പ്രതിഫലിക്കും. അങ്ങനെ വോട്ടർമാരുടെ ഒരു സമൂഹം അവർ തോൽപ്പിക്കാനുള്ള ആളെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആരാണ് ജയിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. തൃക്കാക്കരയിൽ നാം ഉയർത്തിയിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളും അവിടുത്തെ വോട്ടർമാരുടെ മുമ്പാകെ നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരും നേതൃത്വം ഉയർത്തിയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും പ്രസക്തമാണ്. ആ ചോദ്യങ്ങളെല്ലാം സജീവമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതുമാണ്. പക്ഷെ ആ ചർച്ചക്കൊടുവിൽ ജനങ്ങളെല്ലാവരും ഒരാളെ തോൽപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ, ഒരാളെ മുഖ്യശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ തോൽപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായും രണ്ടാമത്തെ പരിഗണന ആര് ജയിക്കും എന്നുള്ളതാണ്. അവിടെയാണ് UDFന് അനുകൂലമായിട്ടുള്ള ജനവിധി ഉണ്ടായത്. അത് നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. ആ പാഠം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വിജയിക്കാൻ സാധിക്കുന്ന ഒരു പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടിയെ മാറ്റാൻ ഇനിയും നാം ഏറെ പരിശ്രമിക്കണം എന്നുള്ളതാണ്. നാം ഉയർത്തുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളോടുള്ള വിമുഖത കൊണ്ടല്ല നമുക്ക് ജനം വോട്ട് ചെയ്യാത്തത്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ മുതൽ നാം അവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ വിഷയങ്ങളും കേരളം സജീവമായി ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ കൺസേൺ തന്നെയാണ് നാം അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ആ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർത്തുമ്പോഴും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ വിജയിക്കാൻ സാധിക്കുന്ന ഒരു പാർട്ടിയായി ജനതാ പാർട്ടിയെ മാറ്റാൻ, അവതരിപ്പിക്കാൻ ഇനിയും ഒരുപാട് പരിശ്രമങ്ങൾ നാം നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ള വലിയ പാഠമാണ് തൃക്കാക്കര നമുക്ക് എല്ലാവർക്കും നൽകുന്ന പാഠം.
അതോടൊപ്പം കഴിഞ്ഞ കുറച്ചു കാലമായി രാഷ്ട്രീയത്തിന് ബദൽ BJP മാത്രമാണ്. CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ മുന്നണി മുമ്പോട്ട് വെക്കുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായ നിലപാടുള്ള മുന്നണിയും പാർട്ടിയും അത് നമ്മുടെ പാർട്ടിയാണ്, നാം നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ്. അത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമായാലും രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായാലും നാട്ടിൽ നടക്കുന്ന സാമാന്യമായിട്ടുള്ള ബഹുജന പ്രശ്നങ്ങളായാലും ഇതിനോടെല്ലാം CPM നിന്നും ഇടതുപക്ഷത്തു നിന്നും വ്യതിരിക്തമായ ഒരു നിലപാടുള്ള പാർട്ടി നമ്മുടെ പാർട്ടി മാത്രമാണ്. അതുകൊണ്ട് ആത്യന്തികമായി കേരളത്തിൽ ഇടതുപക്ഷത്തിന് ബദലാരാണ് എന്ന് ചോദ്യം ഉയർത്തുമ്പോൾ സ്വാഭാവികമായും ഒരു ഉത്തരം മാത്രമല്ല, നാം തന്നെയാണ് ബദൽ. പക്ഷേ നാം മുമ്പോട്ട് വെക്കുന്ന ബദലിനെ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ബദലായി നാം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടിനെ, ആ നിലപാട് കേരളത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ ഇനിയും ഏറെ പരിശ്രമം നാം നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ള വസ്തുത കൂടി നമ്മളെ ബോധ്യപ്പെടുന്നു. നമുക്ക് ഓരോ തെരഞ്ഞെടുപ്പുകളും ഓരോ പാഠങ്ങൾ തന്നെയാണ്, ഓരോ അനുഭവങ്ങൾ തൃക്കാക്കരയിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ ബോധപൂർവ്വം തമസ്കരിക്കാൻ ആഗ്രഹിച്ച വിഷയങ്ങൾ, അവർ കണ്ണടക്കാൻ തയ്യാറായിട്ടുള്ള വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, അതെല്ലാം നമുക്ക് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ ഉയർത്താൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ കേരളീയ സമൂഹത്തിന്റെ തീരുമാനത്തിൽ അത് പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയും ഗവൺമെന്റും അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ രാജ്യ താല്പര്യത്തിന് വിരുദ്ധമാണ് എന്ന് നമ്മുടെ പ്രഖ്യാപിതമായ നിലപാടുണ്ട്. ആ നിലപാട് ഏതെങ്കിലും രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ നാം സ്വീകരിച്ചിട്ടുള്ള നിലപാടല്ല. അത് വസ്തുതകളുടെ പിൻബലത്തിൽ, ചില യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നാം സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാടാണ്. ആ നിലപാട് പല സന്ദർഭത്തിൽ സാധൂകരിക്കപ്പെട്ടിട്ടുണ്ട്. CPM പോലെയുള്ള ഒരു പാർട്ടി എങ്ങനെയാണ് മത സാമുദായിക ശക്തികളെ കാവലാളുകളായിട്ട് മാറുന്നത്? മത സാമുദായിക ശക്തികളുടെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആളുകളായി എങ്ങനെയാണ് CPM പോലെയുള്ള ഒരു പാർട്ടി മാറുന്നത് എന്ന് കേരളം കണ്ടിട്ടുള്ളത് തൃക്കാക്കരയിലാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ, നേതാക്കന്മാരുടെ പ്രസ്താവനകളിൽ, അവരുടെ ശരീരഭാഷയിൽ, അവർ സ്വീകരിക്കുന്ന സമീപനങ്ങളിൽ എല്ലാം തന്നെ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയും അവർ നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടം കേരളത്തിൽ സംഘടിതമായിട്ടുള്ള മതസമുദായം ഉയർത്തുന്ന വിലപേശൽ രാഷ്ട്രീയത്തിന്റെ മുമ്പിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന രാഷ്ട്രീയ മുന്നണിയായി ഈ CPM-ഉം LDF-ഉം മാറുന്നു എന്നുള്ള നമ്മുടെ നിലപാട് സാധൂകരിക്കപ്പെട്ടു. ജനങ്ങൾക്ക് അനുഭവമുണ്ട്, ഒന്നല്ല ധാരാളം അനുഭവങ്ങളുണ്ട്. വളരെ പരസ്യമായി CPM-നെ പോലെയുള്ള പാർട്ടി തങ്ങളുടെ മതപരമായിട്ടുള്ള അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് ശ്രമിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടി CPM സ്വീകരിക്കുന്ന നിലപാടുകൾ ആത്യന്തികമായി ആ രാഷ്ട്രീയ മുന്നണിയുടെ സ്വയം വിനാശത്തിന് മാത്രമേ കാരണമാകുകയുള്ളൂ. UDF-ന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു സീറ്റ് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വലിയ പരിശ്രമത്തിനിടയിൽ CPM സ്വീകരിച്ചുള്ള എല്ലാ നടപടികളും ആ പാർട്ടിയുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുത്തുന്ന നിലപാടാണ്. അത് സത്യത്തിൽ UDF-ന് ഇത്ര വലിയ വിജയം കരസ്ഥമാക്കി കൊടുത്തത് CPM സ്വീകരിച്ചിട്ടുള്ള നിലപാടാണ്. കേരളത്തിലെ സംഘടിത മത സാമുദായിക ശക്തികളുടെ പുറകെ പോകാൻ തയ്യാറായിട്ടുള്ള CPM-ആണ് ഈ വലിയ ഭൂരിപക്ഷം UDF-ന് നേടിക്കൊടുത്തത്. ദേശീയ രാഷ്ട്രീയത്തിൽ അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ഓരോ ദിവസം കഴിയുന്നോറും ദേശീയ രാഷ്ട്രീയത്തിൽ ഇല്ലാതാകുന്ന കോൺഗ്രസിന് ഈ കേരളത്തിനകത്ത് ഒരു അല്പമെങ്കിലും ശ്വാസം കൊടുക്കാൻ സാധിക്കുന്ന ഒരു വിജയം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന്റെ പുറകിൽ
CPM-ന്റെ സ്വീകാര ബുദ്ധി തന്നെയാണ് കാരണം. CPM സ്വീകരിച്ചുള്ള സമീപനം തന്നെയാണ് കാരണം. അതുകൊണ്ട് അതിന്റെ ഗുണഭോക്താക്കളാകാൻ UDF-ന് സാധിച്ചു. ഈ സംഘടിതമായിട്ടുള്ള മത സാമുദായിക ശക്തികളെയും വർഗീയതയും തീവ്രവാദത്തെയും എല്ലാം പരിധി വിട്ട് സഹായിച്ചപ്പോ, അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചപ്പോ, അവർ സൃഷ്ടിക്കുന്ന ഒരു അജണ്ടയ്ക്ക് പിന്നാലെ പോകാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള പരിശ്രമം ഉണ്ടാകുമ്പോൾ അതിനപ്പുറത്ത് വലിയൊരു വിഭാഗം ആളുകളുണ്ട്. ഇതിനോടെല്ലാം പ്രതിഷേധവും അമർഷവുമുള്ള ഒരു വലിയ ജനവിഭാഗമുണ്ട്. ആ ജനവിഭാഗം സ്വാഭാവികമായിട്ടും അവരൊന്നും UDF അനുകൂലികളായിട്ടുള്ള ആളുകളൊന്നുമല്ല, UDF-ന്റെ രാഷ്ട്രീയ നിലപാടുകളെ സ്വീകരിക്കുന്നവരുമല്ല, കോൺഗ്രസിന്റെ നിലപാടുകളെ അംഗീകരിക്കുന്നവരുമല്ല. പക്ഷെ അപ്പുറത്തൊരു മുന്നണി പക്ഷിയായിട്ടുള്ള വർഗീയത സ്വീകരിക്കുമ്പോൾ, എല്ലാവിധ സാമുദായിക ശക്തികളെയും കൂട്ടിപ്പിടിക്കുമ്പോൾ, എല്ലാ രാജ്യദ്രോഹ ശക്തികളുമായിട്ടും തീവ്രവാദ സംഘടനകളുമായിട്ടും സന്ധി ചെയ്യുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ, അവരെല്ലാവരുമായിട്ടും ഒരുമിച്ച് ചേരാൻ തയ്യാറാകുമ്പോൾ, അതിനോടെല്ലാം പ്രതിഷേധവും അമർഷവുമുള്ള ഒരു വലിയ സമൂഹം, ആ സമൂഹമാണ് തൃക്കാക്കരയിലെ ഈ ഒരു ജനവിധി ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, കോൺഗ്രസ് സ്വന്തം നിലക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വിജയമല്ല. ഇന്ന് കേരളത്തിലെ UDF രാഷ്ട്രീയം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പോടുകൂടി ഞങ്ങളിതാ പഴയതെല്ലാം മറന്നുകൊണ്ട് ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് അഹങ്കരിക്കാൻ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഈ കേരളത്തിലും ഓരോ തെരഞ്ഞെടുപ്പിലും അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്, ഊർജ്ജശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്, മൃതപ്രായമായിട്ടുള്ള കോൺഗ്രസിന് അല്പനേരത്തേക്കെങ്കിലും നിവർന്നു നിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഈ ശ്വാസം നൽകിയത് CPM സ്വീകരിക്കുന്ന സമീപനമാണ്, അവർ സ്വീകരിച്ച സമീപനമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പ്, CPM-ന് നൽകുന്ന മുന്നറിയിപ്പ്, ഇത്തരം സാമുദായിക ശക്തികളുടെ പുറകെ പോയി അവരെടുക്കുന്ന തീരുമാനങ്ങൾ ആ പാർട്ടിയുടെ തന്നെ പ്രസക്തി ഇല്ലാതാക്കുകയാണ്. ഇത് തന്നെയാണ് ശബരിമല പ്രക്ഷോഭ കാലഘട്ടത്തിലും സംഭവിച്ചത് കേരളത്തിൽ. എങ്ങനെയാണ് 20 സീറ്റിൽ 19 UDF-ന് കിട്ടിയത്? 20 പാർലമെന്റ് സീറ്റിൽ 19 UDF-ന് കൊണ്ടുകൊടുത്തത് CPM-ന്റെ സമീപനത്തിന്റെ ഭാഗമായിട്ട്. CPM എന്ന് ഭൂരിപക്ഷ ജനസമൂഹത്തിനെതിരായി സ്വീകരിച്ചുള്ള നിലപാടുകൊണ്ടാണ്. നമുക്കതിന്റെ ഗുണം കിട്ടിയിട്ടുണ്ട്, BJP-ക്ക് കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. കേരളത്തിലെ പല പാർലമെന്റ് മണ്ഡലങ്ങളിലും വലിയ കുതിച്ചുചാട്ടം നമുക്കുണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പക്ഷേ BJP മാത്രമല്ല, അന്ന് CPM-നെ തോൽപ്പിക്കാൻ ശബരിമലയിൽ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പരസ്യമായി വെല്ലുവിളിച്ച ഒരു പാർട്ടിയെയും മുന്നണിയെയും തോൽപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചപ്പോ, ആ തീരുമാനം ഫലത്തിൽ ഗുണകരമായി മാറിയത് ശബരിമലക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത കോൺഗ്രസിനാണ്. അത് തന്നെയാണ് ഇപ്രാവശ്യവും സംഭവിച്ചിട്ടുള്ളത്. പോപ്പുലർ ഫ്രണ്ടും SDPയും ഒക്കെ ഉയർത്തുന്ന മതമൗലികവാദത്തിന്റെയും മതഭീകരതയുടെയും വെല്ലുവിളി കേരളത്തിൽ നിറയുമ്പോൾ, അതിനോട് സന്ധി ചെയ്യാൻ CPM സ്വീകരിച്ചപ്പോ, നിർഭാഗ്യവശാൽ അതിന്റെ ഗുണഫലവും കോൺഗ്രസിന് കിട്ടുന്നു, UDF-ന് കിട്ടുന്നു എന്നുള്ളതാണ്. CPM-നെ തോൽപ്പിക്കാൻ തീരുമാനിക്കുന്നിടത്ത് അതിന്റെ ഫലം ലഭ്യമാകുന്നത് കോൺഗ്രസിനാണ് എന്ന ഒരു വലിയ രാഷ്ട്രീയം കേരളത്തിലുണ്ട്. ആ രാഷ്ട്രീയം നമ്മുടെ മുന്നിലൊരു ചോദ്യം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ബദൽ UDF അല്ല, അത് BJP നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുമാണ് എന്ന് മലയാളികളുടെ മനസ്സിൽ ആണിയടച്ചുറപ്പിക്കാൻ സാധിക്കുന്ന വലിയ പരിശ്രമം ഇനിയും നാം നടത്തേണ്ടതായിട്ടുണ്ട്. ആ പരിശ്രമത്തിന് വേഗത കൂട്ടണം എന്ന ഒരു ഉത്തരമാണ് തൃക്കാക്കര നമുക്ക് നൽകുന്ന ഉത്തരം. അതുകൊണ്ട് ഇനിയുള്ള സന്ദർഭങ്ങളിൽ ആ വേഗത കൂട്ടാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് നാം സംഘടിപ്പിക്കുന്നത്. നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നാം പരിശ്രമിച്ചു. പക്ഷെ ആ പരിശ്രമം എത്ര ശതമാനം എന്നുള്ളത് നമ്മളെല്ലാവരും
നിങ്ങളെല്ലാവരും മഹിളാ മോർച്ചയുടെ നേതാക്കന്മാരാണ്. മഹിളാ മോർച്ചയ്ക്കും ടാർഗറ്റ് ഉണ്ട്. നമ്മൾ എത്ര ശതമാനം അത് പ്രാവർത്തികമാക്കി എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട. നമുക്ക് കേരളത്തിൽ 12-13% വോട്ടുകളാണ്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ നമ്മൾ 15% എത്തി. ഇപ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ 12% എത്തി. എന്ന് പറഞ്ഞാൽ BJPക്ക് കേരളത്തിൽ ഒരു 12-13% വോട്ടുകൾ. പക്ഷെ അതിനേക്കാൾ വലിയൊരു വസ്തുതയും യാഥാർത്ഥ്യമുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു ദേശീയ മാധ്യമം നടത്തിയിട്ടുള്ള സർവേയിൽ കേരളത്തിൽ 30% ആളുകൾ നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്നവരാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്ന മുഴുവൻ ആളുകളും BJPക്ക് വോട്ട് ചെയ്യുന്നില്ല എന്നാണല്ലോ അതിന്റെ അർത്ഥം. 30% ആളുകൾ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് നരേന്ദ്രമോദിയെ അംഗീകരിക്കുമ്പോൾ കേരളത്തിൽ ഒരു 10-15% ആളുകൾ മാത്രമേ BJPക്ക് വോട്ട് രേഖപ്പെടുത്തുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ നമുക്ക് വോട്ട് ചെയ്യുന്ന ഒരു വലിയ സമൂഹത്തിന്റെ അപ്പുറത്തേക്ക് അത്ര തന്നെ ഒരു സമൂഹം, നമുക്ക് വോട്ട് ചെയ്യുന്ന അത്രയും സമൂഹം കേരളത്തിൽ നരേന്ദ്രമോദിയുടെ നിലപാടിനെ അംഗീകരിക്കുന്നവരാണ്. CPM-ഉം കോൺഗ്രസും പ്രചരിപ്പിക്കുന്ന പോലെ കേരളം നരേന്ദ്രമോദിയെയും നരേന്ദ്രമോദി സർക്കാരിനോടും മുഖം തിരിഞ്ഞു നിൽക്കുന്ന സംസ്ഥാനമല്ല. ഈ എതിർപ്രചരണങ്ങളെല്ലാം ഉണ്ടായിട്ടും നാഴികക്ക് 40 വട്ടം നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള വലിയ വലിയ പ്രചരണങ്ങളും പ്രക്ഷോഭങ്ങളും വാർത്തകളും ഒക്കെ ഉണ്ടാകുമ്പോൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എല്ലാവരും നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ മതസാമുദായിക ശക്തികൾ ഒരു അജണ്ടയായി നരേന്ദ്രമോദി വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പ്രചണ്ഡമായിട്ടുള്ള പ്രചരണം കേരളത്തിൽ സംഘടിപ്പിക്കുമ്പോൾ കേരളത്തിൽ 100 പേരെടുക്കുമ്പോൾ അതിൽ 30 പേർ നരേന്ദ്രമോദിക്ക് അനുകൂലമാണ് എന്നുള്ള കണ്ടെത്തൽ നമ്മുടെ എല്ലാവരുടെയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏതാണ്ട് പകുതിയോളം, ബാക്കിയുള്ള 70 മറ്റു പലർക്കായി ഭാഗിക്കപ്പെടുകയാണ്. 100 പേർ നാം എടുക്കുമ്പോൾ ആ 100 പേരിൽ 30 പേർ നരേന്ദ്രമോദിക്ക് അനുകൂലമാണ്. അതിൽ 15 പേർ മാത്രമേ BJPക്ക് വോട്ട് ചെയ്യുന്നുള്ളൂ. നരേന്ദ്രമോദിയുടെ നിലപാടിനെ അംഗീകരിക്കുകയും നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടത്തിന്റെ ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികളോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന മറ്റൊരു 15 പേർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ മറ്റു പല ചിഹ്നങ്ങളിലേക്കും അറിയാതെ വഴിമാറിപ്പോകുന്ന ആ 15 പേരെ കൂടി BJPക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുക എന്ന വലിയ ദൗത്യമാണ് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകന്മാർക്കും നേതൃത്വത്തിനും ഉള്ളത്. ആ കടമ നിർവഹിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടവരാണ് മഹിളാ മോർച്ചയുടെ നേതാക്കന്മാർ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ സംബന്ധിച്ച് ദേശവ്യാപകമായ ഒരു സർവേ ഉണ്ടായിരുന്നു. ആ സർവേയിൽ അവർ കണ്ടെത്തിയിട്ടുള്ള 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ആരാണ് ഏറ്റവും കൂടുതൽ ആളുകൾ BJPക്ക് വോട്ട് രേഖപ്പെടുത്തി? ആ സർവേ കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുള്ള പാർലമെന്റ് ഇലക്ഷൻ കിട്ടിയിട്ടുള്ള വോട്ടിംഗ് പെർസെന്റേജ് എന്ന് പറയുന്നത് ഏതാണ്ട് 15% മേലെയാണ്. ആ 15% നമ്മുടെ വോട്ടുകൾ 10.46% സ്ത്രീ വോട്ടർമാരാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് കിട്ടിയ വോട്ടർമാരിൽ ഏതാണ്ട് 3/4 പങ്ക് നരേന്ദ്രമോദിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയത് സ്ത്രീകളാണ്. ബാക്കിയുള്ള 3% യുവാക്കളാണ്. അതും കഴിഞ്ഞിട്ടുള്ള ഏതാണ്ട് ഒരു 2% മാത്രമേ അതിന് ബാക്കിയുള്ള ആൾക്കാരുള്ളൂ. അപ്പോൾ 10-13% എന്ന് പറയുന്നത് കേരളത്തിലെ സ്ത്രീ വോട്ടർമാരും ചെറുപ്പക്കാരുമാണ് നരേന്ദ്രമോദിക്ക് വോട്ട് രേഖപ്പെടുത്തിയത്. അത് മഹിളാ മോർച്ചയ്ക്ക് നൽകുന്ന സന്ദേശം എന്താണ്? കേരളത്തിലെ സ്ത്രീ വോട്ടർമാർ, ആ സ്ത്രീ വോട്ടർമാരിൽ വലിയൊരു ശതമാനം ആളുകൾ അവർ BJP അനുകൂലികളാണോ അല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, അവർ നരേന്ദ്രമോദിയോടൊപ്പമാണ് എന്നുള്ളതാണ്. അങ്ങനെ കേരളത്തിലൊരു സ്ത്രീ മനസ്സ് നരേന്ദ്രമോദിയോടൊപ്പമാകുമ്പോൾ നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്ന സ്ത്രീ മനസ്സിനെ താമരയോടൊപ്പം കൂട്ടുക എന്നുള്ള വലിയ ചുമതലയാണ് മഹിളാ മോർച്ച നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും ഉള്ളത്. അത് ചെയ്യാൻ സാധിക്കണം. അതിനാവശ്യമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ, ഒരു സ്ത്രീ മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം.
മഹിളാ മോർച്ച പ്രവർത്തകർ നേതാക്കന്മാർ നേരിട്ടു. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. 1 മണിക്കൂർ വൈകിട്ടാണ് ഈ യോഗം തുടങ്ങിയത്. ധാരാളം അജണ്ടകൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരു കാര്യമുണ്ട് നിങ്ങളോട് എല്ലാവരോടും സൂചിപ്പിക്കാനുള്ളത്. നാം പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു വർക്കിംഗ് സ്റ്റൈൽ മഹിളാ മോർച്ചക്കുണ്ടാകും. ദേശീയ നേതൃത്വമുണ്ട്. ദേശീയ നേതൃത്വം ധാരാളം പരിപാടികൾ നിങ്ങൾക്ക് തരും. ആ പരിപാടികളൊക്കെ നിങ്ങൾ നടപ്പിലാക്കേണ്ടതാണ്, വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നടപ്പാക്കുന്ന എല്ലാ പരിപാടികൾക്കും ഒരു മലയാളി ടച്ച് ഉണ്ടാകും. കേരളത്തിലെ ജനങ്ങൾക്ക് ദഹിക്കുന്ന പരിപാടികളാണ് നടക്കുക. നാം പ്രവർത്തിക്കുന്നത് കേരളം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിന്റെ പ്രത്യേകത ഏറ്റവും സജീവമായിട്ടുള്ള മഹിളാ രാഷ്ട്രീയമുള്ള ഒരു നാടാണ് എന്നുള്ളതാണ്. എല്ലാ സംഘടനകൾക്കും മഹിളാ സംഘടനകളുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികൾക്ക്, സാമുദായിക സംഘടനകൾക്ക്, മതസംഘടനകൾക്ക് എല്ലാവർക്കും മഹിളാ സംഘടനകളുണ്ട്. അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള അസ്തിത്വം നിലനിർത്തിക്കൊണ്ടുള്ള പരിപാടികളുണ്ട്. അതിനിടയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ സാഹചര്യം കൂടെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു കേരളത്തിന്റെ മലയാളത്തിന്റെ ടച്ചുള്ള ഒരു സംഘടനയായി മഹിളാ മോർച്ച. മലയാളത്തിന്റെ ടച്ച് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ മറ്റേ മുണ്ടുമേഷ്ടി ധരിക്കണമെന്ന അർത്ഥത്തിലുണ്ടെങ്കിൽ കസൽ സാരി ധരിക്കണമെന്നില്ല. നാം നടത്തുന്ന പരിപാടികൾക്ക്, നമ്മുടെ നിലപാടുകൾക്ക്, നമ്മുടെ പെരുമാറ്റങ്ങൾക്ക് അതുണ്ടാകും. അതുണ്ടാകണമെങ്കിൽ മഹിളാ മോർച്ച ഒരു സമര സംഘടനയായിട്ട് മാറണം. നാം ഈ ഒരു ക്രിയേറ്റിവിറ്റി മാത്രം ചെയ്യുന്ന ഒരു സംഘടനയായിട്ടല്ല കേരളത്തിൽ മഹിളാ മോർച്ച മാറണം. കേരളത്തിൽ മഹിളാ മോർച്ച സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകൾ ഉൾപ്പെടുന്ന പൊതുസമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്ന, അവർക്ക് വേണ്ടി പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കുന്ന, അവരുടെ കൂടെയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു സംഘടനയായിട്ട് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ള ധാരാളം പ്രകാരം നടത്തുന്ന ഒരു സംഘടന മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ജില്ലകളിലും നിങ്ങളുടെ സ്ഥലത്തും നിങ്ങൾ സ്വയം ഏറ്റെടുക്കുന്ന എന്തെങ്കിലും ഒരു പ്രക്ഷോഭം ഉണ്ടാകും. കേരളത്തിലെ മഹിളാ മോർച്ചയ്ക്ക് ഏറ്റവും ഓർമ്മിക്കാൻ സാധിക്കുന്ന ഒരു സമരമുണ്ട്. മലപ്പുറം ജില്ലയിലെ ഒരു സുജാത വധക്കേസ് ഉണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിൽ ഞാൻ വന്നിരുന്നു. പഴയ ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം. അവിടെ എടപ്പാളിലെ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. ഒരു വിമുക്ത ഭടന്റെ ഭാര്യയാണ് കൊല്ലപ്പെട്ടത്. അതിന് പുറകിൽ ഒരു മുസ്ലിം തീവ്രവാദ സംഘടന ശക്തി ഉണ്ടായിരുന്നു. ആ സമരം മലപ്പുറം ജില്ലയിലെ ഇളക്കി മറിച്ച സമരമാണ്. അതിന്റെ കൊലപാതകളെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരം. ആ സമരം ആദ്യം തുടങ്ങിയത് മഹിളാ മോർച്ചയാണ്. മഹിളാ മോർച്ച തുടങ്ങി ഒരു ഘട്ടം കഴിഞ്ഞതും പാർട്ടി ഏറ്റെടുത്തു. പക്ഷേ മലപ്പുറം ജില്ല കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സമരമായിരുന്നു. ഒരു മഹിളാ സംഘടനക്ക് എങ്ങനെയാണ് ഒരു സമരത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് കേരളത്തിന് കാണിച്ചു കൊടുത്ത സമരമാണ്. നിങ്ങൾ പഴയ മഹിളാ മോർച്ച നേതാക്കന്മാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും എങ്ങനെയാണ് ആ സമരം നടത്തുന്നത്. അങ്ങനെ വലിയ വലിയ അനുഭവങ്ങളൊക്കെ നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, കേരളത്തിൽ നമ്മുടെ രൂപത്തിലും ഭാവത്തിലും അടിസ്ഥാനപരമായ ഒരു മാറ്റം കൊണ്ടുവന്നുകൊണ്ട് ഒരു സമര സംഘടന. നാം ഇടക്കാലത്ത് കേരളത്തിൽ ധാരാളം സമരങ്ങൾ മഹിളാ മോർച്ച അതിതീവ്ര സ്വഭാവമുള്ള സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് കുറച്ചുകൂടി പ്രാദേശികവൽക്കരിച്ചുകൊണ്ട് ഓരോ പ്രദേശത്തെയും ആളുകൾക്ക് സാധിക്കുന്ന സമര സംഘടനയായിട്ട് മാറാൻ നമുക്ക് സാധിക്കും. മറ്റൊന്ന്, പഴയ കാലത്ത് വ്യത്യസ്തമായി ധാരാളം മഹിളകളുടെ സ്വയം സംരംഭങ്ങളുള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടിപ്പോ സാമുദായിക സംഘടനകൾക്ക് അവർക്ക് സംരംഭക യൂണിറ്റുകളുണ്ട്, സ്വാശ്രയ യൂണിറ്റുകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങുന്നു. മഹിളാ മോർച്ചയ്ക്ക് എന്തുകൊണ്ട് അത്തരത്തിൽ ചില കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചുകൂടാ എന്ന് നിങ്ങൾ സ്വയം ആലോചിക്കേണ്ടതാണ്. ഒരു നാട്ടിൽ 10ഉം 25ഉം സ്ത്രീകൾ ഒരുമിച്ച് കൂടുമ്പോൾ അവർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരു സാമ്പത്തിക സ്വാശ്രയത്വം കൂടി ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് ചെറിയ ചെറിയ സംരംഭക യൂണിറ്റുകൾ അവിടെ തുടങ്ങാൻ സാധിച്ചാൽ മഹിളാ മോർച്ചക്ക് ഗൗരവത്തിൽ ആലോചിക്കാവുന്നതാണ്. ഞാൻ പ്രാവശ്യം കണ്ണൂർ ജില്ലയിലെ ധർമ്മടത്ത് ഒരു പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി
അവിടുത്തെ മഹിളാ മോർച്ച കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വന്നിട്ടുണ്ട്. ആ പ്രദേശത്ത് മഹിളാ മോർച്ച അവരവിടെ മഹിളാ മോർച്ച മാത്രമല്ല എല്ലാ സംഘടനകളുണ്ട്, പക്ഷെ അതിന്റെ നേതൃത്വം മഹിളാ മോർച്ചക്കാണ്. അവർ ഇതേപോലെ ഒരു സെൽഫ് എംപവർമെന്റ് ഗ്രൂപ്പ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സംരംഭത്തിന് ധാരാളം സംരംഭങ്ങൾ മഹിളാ മോർച്ചയുടെ അവിടുത്തെ ഘടകം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ ജില്ലകളിൽ പലതും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തുണ്ടാവാം, പല സ്ഥലത്തും ഉണ്ടാവാം. പക്ഷേ മഹിളാ മോർച്ചയുടെ ഗൗരവത്തിൽ ആലോചിക്കാൻ സാധിക്കാവുന്ന ഒരു വിഷയമാണ് സ്വയം പര്യാപ്തതയുള്ള ഒരു സമൂഹമായി മഹിളാ മോർച്ചയുടെ പ്രവർത്തകന്മാരെയും നമ്മുടെ സാധാരണ പ്രവർത്തകരെ മാറ്റിയെടുക്കാൻ ആവശ്യമായ ഒരു ഉച്ച തീരുമാനങ്ങളെടുത്താൽ അത് നമുക്ക് കേരളത്തിൽ സ്വാശ്രയ ബോധമുള്ള ഒരു സ്ത്രീ സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അപ്പോഴാണ് എങ്ങനെയാണ് സാമുദായിക സംഘടനകളൊക്കെ 10,000-കണക്കിന് സ്ത്രീകളെ അവരെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ഇതാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. അതുകൂടി നമ്മുടെ പരിഗണനയിൽ ഉണ്ടാകും നല്ലതാണ് എന്ന് സന്ദർഭികവശാൽ സൂചിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് മഹിളാ മോർച്ചയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുന്നത്. അതിന് നിങ്ങളെല്ലാവരോടും നന്ദിയൊന്നും പറയുന്നില്ല, പക്ഷേ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഏറ്റവും നല്ല ഒരു മഹിളാ സംഘടനയായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. നല്ല ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് മുമ്പോട്ട് പോകാം. ഇപ്പോൾ ഇന്നലെയും മിനിയാന്നൊക്കെ വരുന്ന വാർത്തകൾ എന്തെങ്കിലും പ്രയാസങ്ങൾക്ക് നിങ്ങൾ ഒരു പ്രയാസത്തിൻ്റെയും ആവശ്യമില്ല. നാം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം തന്നെയാണ് കേരളത്തിൽ പ്രസക്തിയുള്ള രാഷ്ട്രീയം. അത് നല്ല കാർമേഘങ്ങൾക്കിടയിൽ സൂര്യന്റെ പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ആ കാർമേഘം മാറിയാൽ ആ സൂര്യപ്രകാശത്തിന് ചുട്ടുകൊള്ളുന്ന ചൂടായിരിക്കും എന്ന് മാത്രം നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. അതുകൊണ്ട് നാളത്തെ രാഷ്ട്രീയം കേരളത്തിന് മാറി നിൽക്കാൻ സാധിക്കില്ല. നാളത്തെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയം തന്നെയാണ്, നാം മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയം തന്നെയാണ് എന്ന നല്ല ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ സംസ്ഥാന നേതൃയോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. നന്ദി ശ്രീ MP രമേശ് ജി. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി കോഴിക്കോട് BJP ജില്ലാ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് VK സജീവൻ അവരെ ക്ഷണിക്കുന്നു. മഹിളാ മോർച്ചയുടെ ഈ നേതൃസംഗമത്തിൽ അധ്യക്ഷം വഹിക്കുന്ന സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിക സുബ്രഹ്മണ്യൻ, ഈ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ ശ്രീ MT രമേശ് ജി, മഹിളാ മോർച്ചയുടെ പ്രഭാരിയും പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനുമായ ശ്രീ സദാനന്ദൻ മാസ്റ്റർ, ശ്രീ രാജീവ് പ്രസാദ്, TP സിന്ധുമോൾ, ശ്രീമതി രേണു സുരേഷ്, ബാക്കി ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ കോഴിക്കോടിൻ്റെ മണ്ണിൽ മഹിളാ മോർച്ചയുടെ അല്ലെങ്കിൽ കേരളത്തിലെ BJPയുടെ മഹിളാ സംഗമം നടക്കുകയാണ്. ഔപചാരികമായിട്ടുള്ളൊരു സ്വാഗതമൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ടാവും. പക്ഷെ എല്ലാവർക്കും അറിയാം, നമ്മുടെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ സംഘപ്രസ്ഥാനങ്ങളുടെ തുടക്കം കുറിച്ച മണ്ണാണ് ഈ കോഴിക്കോടിൻ്റെ മണ്ണ്. 1967 പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായജി ഇവിടെ നടന്നിട്ടുള്ള ദേശീയ കൗൺസിൽ വെച്ചിട്ടാണ് ദേശീയ അധ്യക്ഷനായിട്ട് ചുമതലയേറ്റത്. ഏതാണ്ട് ഒരു 100 മീറ്റർ അപ്പുറത്തുള്ള നമ്മുടെ സാമൂതിരി ഹൈസ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു 67 സമ്മേളനം നടന്നത്. ഒരുപാട് ചരിത്രം സംഘപ്രസ്ഥാനങ്ങൾക്ക് കോഴിക്കോടിൻ്റെ മണ്ണിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് ഈ കോഴിക്കോടിൻ്റെ മണ്ണിലേക്ക് വന്നിട്ടുള്ള എല്ലാ മഹിളാ നേതാക്കന്മാർക്കും പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആദ്യമായി അർപ്പിക്കുന്നത്. ഇത് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ 33% മഹിളാ മോർച്ച സെപ്പറേറ്റ്, എല്ലാ മോർച്ചയിലും പ്രാതിനിധ്യം. അതുകൂടാണ്ട് ഇപ്പോൾ മണ്ഡലം പ്രസിഡന്റുമാര്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാര്, ഏരിയ പ്രസിഡന്റുമാര്, ബൂത്ത് പ്രസിഡന്റുമാര്, ബൂത്തിൽ ഇത്ര പെർസെൻറ്റേജ്, ഏതാണ്ട്
പാർട്ടിയെ മഹിളകൾ വിഴുങ്ങിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. പക്ഷേ നേരത്തെ നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മുടെ മുമ്പാകെ വെച്ചിട്ടുള്ള ചില വിഷയങ്ങൾ അത് എത്രത്തോളം നമുക്ക് പ്രതിഫലിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഉദാഹരണം പറയാം, നമ്മുടെ ലവ് ജിഹാദ് കുറെ കാലമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ചു, നമ്മുടെ തൊട്ടടുത്തുള്ള അയൽ വീട്ടുകാരെങ്കിലും ലവ് ജിഹാദ് ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു പ്രയാസമില്ല. കാരണം പരിപാവനമായിട്ടുള്ള പവിത്രമായിട്ടുള്ള പ്രണയമാണെങ്കിൽ അങ്ങനെ കല്യാണം കഴിക്കുന്ന ഒരാളെ സിറിയയിലേക്ക് പൊട്ടിത്തെറിക്കാൻ വേണ്ടി വിടില്ലല്ലോ. പക്ഷെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ സമസ്തയുടെ വേദിയിൽ ഒരു 16-കാരിയെ അപമാനിക്കപ്പെട്ടു. നേരത്തെ പറഞ്ഞ മഹിളാ രാഷ്ട്രീയം വളരെ സജീവമായിട്ടുള്ള കേരളത്തിൽ മഹിളാ മോർച്ചക്ക് തനതായി അത്തരമൊരു വിഷയം ഷാർപ്പായിട്ട് വനിതകളുടെ ഇടയിൽ ചർച്ച ചെയ്യിച്ച് ഒരു സാമൂഹ്യ വിഷയമായിട്ട് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഏറ്റവും ഭീഷണിയായിട്ടുള്ള മത തീവ്രവാദം. നമ്മളെല്ലാവരും പരിശ്രമിക്കുന്നത് STP ഒരു മെസ്സേജ് അയക്കുമ്പോൾ വനിതകൾ ഉൾപ്പെടെ രാത്രി 2 മണിക്കും 12 മണിക്കും ഒക്കെ പ്രതിരോധ നിര തീർക്കുക. അത്തരത്തിലുള്ള വലിയ പ്രതിരോധ നിര നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുക്കേണ്ടത് കേരളത്തിലെ മഹിളാ മോർച്ചയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാനതിൽ ആശംസ പ്രസംഗം നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ഒരു പ്രഭാരി ഏത് സമയത്തും വിളിച്ചാൽ ലഭിക്കുന്ന മഹിളാ മോർച്ചയുടെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന ഒരു സംസ്ഥാന പ്രഭാരിയും കൂടെ നിങ്ങൾക്ക് ഇത്തവണ ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ദൗത്യം ആ തരത്തിൽ നിർവഹിക്കാനുള്ള തരത്തിലുള്ള ഒരു ആസൂത്രണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ കോഴിക്കോടിന്റെ മണ്ണിൽ നിന്ന് ഒരുപക്ഷെ മറ്റ് നഗരങ്ങളിൽ നിന്ന് ചിന്തിച്ചാൽ ഇത്രയും എന്താ പറയുക ആദർശപരമായിട്ടുള്ള ഒരു ആത്മബന്ധം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ കോഴിക്കോടിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സൂചിപ്പിച്ചത്. ഈ കോഴിക്കോടിന്റെ മണ്ണിൽ നിന്ന് അത്തരമൊരു ദൗത്യം നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ആസൂത്രണം ഈ മഹിളാ സംഗമത്തിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമ്മുടെ ഉദ്ഘാടന സഭ ഇവിടെ അവസാനിക്കുകയാണ്. സഭയുടെ അധ്യക്ഷ ശ്രീമതി നിവേദിത സുബ്രഹ്മണ്യൻ, സഭ ഉദ്ഘാടനം ചെയ്ത ശ്രീ MP രമേശ് ജി, മഹിളാ മോർച്ചയുടെ പ്രഭാരിയും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ സദാനന്ദൻ മാസ്റ്റർ, BJP സംസ്ഥാന സെക്രട്ടറിമാരായ ശ്രീമതി രേണു സുരേഷ്, ശ്രീമതി രാജീവ് പ്രസാദ്, BJP സംസ്ഥാന വക്താവ് ശ്രീമതി സിന്ധുമോൾ, മഹിളാ മോർച്ച നാഷണൽ എക്സിക്യൂട്ടീവുമാരായ ശ്രീമതി അശ്വിനി, ശ്രീമതി ബിന്ദു സുരേഷ്, സംസ്ഥാന സംഘടനാ സെക്രട്ടറി ശ്രീ ഗണേഷ് ജി, മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി സിനി മനോജ്, മഹിളാ മോർച്ച സംസ്ഥാന ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് BJP ജില്ലാ പ്രസിഡന്റ് ശ്രീ VK സജീവൻ ജി, മഹിളാ മോർച്ച ജില്ലാ അധ്യക്ഷ ശ്രീമതി രമ്യ മുരളി, സോഷ്യൽ മീഡിയ വിങ്, കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇനി നമ്മുടെ ടീ ബ്രേക്ക് ആണ്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ്